Hello, welcome back to our channel Homegrown Recipes. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചിക്കൻ മന്തി റെസിപ്പി. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി 2 സവാള, ഒരു തക്കാളി, ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതിന് ശേഷം നമ്മളൊരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ആഡ് ചെയ്യാം. എന്നിട്ട് ഒരു ചിക്കൻ സ്റ്റോക്ക്, അതായത് ഒരു മാഗി ക്യൂബ് ആഡ് ചെയ്യാം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. പിന്നെ 1 ടീസ്പൂൺ ഫെനൽ സീഡ്സ് അഥവാ പെരുംജീരകം ആഡ് ചെയ്യാം. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അപ്പം ഞാനിവിടെ ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്തത്. പിന്നീട് നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കി ഒന്ന് ആഡ് ചെയ്യാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഞാനിവിടെ ഏകദേശം ഒരു ചിക്കൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിനെ നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഉണ്ടാക്കി വെച്ച ഈ മസാല കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞ മല്ലിയില ഇതിൻ്റെ മുകളിലായി ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇതിനൊന്ന് സൈഡിൽ വെക്കാം. അപ്പോൾ ഞാനിവിടെ 1 kg ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ സോക്ക് ചെയ്യേണ്ടൊന്നും വേണ്ട, നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾക്ക് വേണ്ട സ്പൈസസ്: ജായിക്ക 1, ഗ്രാമ്പു 11, കറുവപ്പട്ട 4, തക്കോലം അതായത് സ്റ്റാർ അനൈസ് 2, പിന്നെ ഏലക്ക 4. അപ്പോൾ ഇതൊന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട്, അപ്പോൾ നമ്മൾ അടുപ്പിലാണ് അതിൻ്റെ ചോറൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെതായ നല്ലൊരു രുചി ഉണ്ടാവും. അപ്പോൾ നല്ലപോലെ ഒന്ന് വെള്ളം ചൂടായതിനു ശേഷം നമ്മൾ അതിലേക്ക് കഴുകി വെച്ച അരിയൊക്കെ ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ സ്പൈസസ് എല്ലാം ഒന്ന് ആഡ് ചെയ്യാം. സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത ശേഷം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1 ടേബിൾ സ്പൂൺ വലിയ ഉപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഇതിനൊന്ന് മൂടി വെക്കാം. പിന്നെ നമ്മൾ ഇത് വെച്ചതിന് ശേഷം ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇത് വെന്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ നല്ലപോലെ വെന്തതിന് ശേഷം നമ്മൾ ഇതിനൊന്ന് ഡ്രെയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ ഒറ്റ ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു പ്രഷർ കുക്കർ എടുത്ത് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ഫ്ലെയിമിലൊന്നും വെക്കാണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ, പ്രിപ്പയർ ചെയ്ത് വെച്ച ആ ചിക്കൻ ആഡ് ചെയ്യാം. ബോട്ടമിലായി ഒന്ന് ഫുള്ള് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുക്കർ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനൊന്ന് ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലായി ഉണ്ടാക്കി വെച്ച ചോറ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഈ മന്തി ഒരു 2 സെറ്റായിട്ടാണ് വെച്ചിട്ടുള്ളത്. ചോറ് ഞാനിവിടെ ഹാഫ് കെ ജി ആയിട്ടാണ് വെച്ചിട്ടുള്ളത്.
അപ്പോൾ ഇവിടെ നമ്മൾ ചോറ് ഏകദേശം ഫില്ലായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലായി ഒന്ന് മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി നമ്മൾ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു മിക്സ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ മന്തിയിലേക്ക് ഒന്ന് സ്മോക്ക് ഇടാൻ വേണ്ടി ഒരു 3-4 ചാർക്കോൾ പീസ് എടുക്കുക. പിന്നെ ഒരു ചെറിയ സ്റ്റീൽ പ്ലേറ്റ് ഉപയോഗിച്ച് നമ്മളതിൻ്റെ മീതെ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. എന്നിട്ട് അപ്പം തന്നെ ഒന്ന് കവർ ചെയ്യാം. എന്നിട്ട് ഈ ഒരു മിക്സ് നമ്മൾ 30 മിനിറ്റ് ഗ്യാസിൽ ലോ ഫ്ലെയിമായി വെക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമും വെക്കാം, പക്ഷെ നമ്മൾ കത്താണ്ട് ഒന്ന് നോക്കാം. എന്നിട്ട് 30 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിലത്തെ ചാർക്കോളൊക്കെ റിമൂവ് ചെയ്ത ശേഷം ഇതിൻ്റെ ചോറും പിന്നെ ചിക്കനും നമ്മൾ സെപ്പറേറ്റായി വെക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനെ ഒരു ബൗളില്ലെങ്കിൽ പ്ലേറ്റിലേക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മന്തി നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മന്തി റെസിപ്പിയാണിത്. അപ്പോൾ ഈ ഒരു മന്തി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ആയി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുവാണെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികൾ ഇടുമ്പോൾ നിങ്ങൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി വീണ്ടും കാണാം പുതിയ റെസിപ്പിയുമായി. താങ്ക് യു.